മേരീസ് കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഗ്രീൻ പീസ് കറിയാണ്. തേങ്ങയൊക്കെ അരച്ച് മസാലയൊക്കെ ചേർത്ത് എങ്ങനെയാണ് ഈ കറി ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഇത് വിൻ്ററിലാണ് കൂടുതലായിട്ടും ഗ്രീൻ പീസ് ഉണ്ടാകുന്നത്. ഇപ്പം നമുക്ക് കുറച്ചുണ്ട്, അത് നമുക്ക് പറിച്ചെടുത്ത് നമുക്ക് കറി വെക്കാം. ഇത് കുറേ ഉണ്ടാകും, ചെറിയ ചെടികളാണേലും വളരെയധികം കായ്ക്കും. അപ്പോൾ ഇത് ഏകദേശം മൂത്തിട്ടുണ്ട്, ഒരുപാട് മൂപ്പായി പോകണ്ട. അതിന് മുമ്പ് പറിച്ചിട്ട് നമുക്കെല്ലാം പൊളിച്ചെടുക്കാം. നമുക്ക് ഇവിടെ എല്ലാം പൊളിച്ചെടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്ത് എടുത്തേക്കാം. അതിനുശേഷം ഇതിന് വേണ്ട അരപ്പുണ്ടാക്കാം. അരപ്പിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ അകത്ത് ഒരു 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഇച്ചിരി പെരിഞ്ചീരകം വേണം. ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ചീരകം ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ അകത്തേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ഇട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. നല്ലപോലെ അരച്ചെടുക്കുക. ഇനി ഇതിപ്പോൾ ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിന് വേണ്ട ബാക്കി ചേരുവകൾ: ഒരു ചെറിയ സവോള, ഇച്ചിരി കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്. നമുക്കൊരു പാൻ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായി ഇതിനകത്തേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഏകദേശം പൊട്ടി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ബാക്കിയുള്ള സാധനങ്ങൾ ഇട്ട് കൊടുക്കാം. പത്തലമുളക് മുഴുവനായിട്ടുള്ളത് 1-2 എണ്ണം, സവോള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കരിവേപ്പില, ഇത്രയും സാധനങ്ങളാണ്. ഇതെല്ലാം ഇട്ട് ഇളക്കി ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. ഇതിപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയുടെ പച്ചമണമൊക്കെ മാറുന്നോളം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ നമ്മൾ ഗരം മസാലപ്പൊടിയും ചേർക്കുന്നുണ്ട്. ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ല ഒരു ബ്രൗൺ നിറമായി കഴിയുമ്പോഴത്തേനും അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അരപ്പ് മൂക്കുന്നോടം വരെ നന്നായിട്ടൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം.
ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഇത് ചേർത്ത് കൊടുക്കാം. ഗ്രീൻ പീസ് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇളക്കി മൂടി വെച്ച് നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കാം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്നതാണ്, വലിയ പണിയൊന്നുമില്ല. പിന്നെ ഇതിപ്പോൾ നമ്മുടെ ഇവിടെ ഉണ്ടായതാണ്. അതേസമയം നമുക്ക് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടും, ഫ്രോസണായിട്ട് വാങ്ങാൻ കിട്ടും. അത് വാങ്ങിയിട്ട് നമ്മൾ ഇത് ഇങ്ങനെ തന്നെ ഉണ്ടാക്കാം. ചോറിൻ്റെ കൂടെ, അപ്പത്തിൻ്റെ കൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെയൊക്കെ നല്ലതാണ് ഗ്രീൻ പീസ് കറി. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കിയിട്ട് ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.